മോനെ റോഷ, വാ പോവാം. ഓ നല്ല കണി. കേട്ടോ കലാവതി, സരസ്വതി കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പോവാന്ന്. അതിന് കീർത്തിയുടെ പേരായിട്ടിരിക്കണത്. നന്നായി. ആ ഉദ്ഘാടനം ചെയ്യാനേ ഈ മറഡോണയുടെ പിൻഗാമിയാ ക്ഷണിച്ചത്. അവൻ പോകുന്നില്ല അത്ര. ജാടാ. ഡേറ്റും ടൈമും ഒക്കെ ഞാൻ പിന്നെ പറയാം. വളരെ ചെറിയ ഫംഗ്ഷനാ, എന്നാലും ഉദ്ഘാടനത്തിന് എല്ലാരും വരണം. റോഷൻ സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചു കേട്ടോ. ഞാൻ വരാം. ഇതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. സമയം വൈകി, വാ പോവാം. നിങ്ങൾ എല്ലാരും ഇത് എവിടെ പോന്നു? വിവാഹ നിശ്ചയത്തിന് ഡ്രസ് എടുക്കാൻ. മോളും കൂടി വരണം. തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ആര് വെയിറ്റ് ചെയ്തു? എന്തിനാ ഇവള് വരുന്നേ? കീർത്തിക്ക് നല്ല ഡ്രസ് എടുക്കുന്ന സെൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത്. കീർത്തി കൂടെ വരട്ടെ. നിനക്കൊന്നും ഒരു ചുക്കും ചുണ്ണാവും അറിയില്ല. അച്ഛൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ, കൂട്ടിനൊരാള് വേണം. ഇവളിവിടെ നിക്കട്ടെ. അവള് വന്നോട്ടെന്നേ. ഞാൻ വരുന്നില്ല ആന്റി, നിങ്ങൾ ചെല്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ മുത്തശ്ശൻ മെഡിസിൻ ഒന്നും കഴിക്കില്ല. മുത്തശ്ശ വാ. അതാണ്. അതെ, സമയം കളയണ്ട, പോവാം. അതെ, സമയം കളയണ്ട. ചെല്. അപ്പൊ നീ വരുന്നില്ലേ? നിന്റെ ഉത്സാഹമൊക്കെ പോയോ? എന്താ പെട്ടെന്നൊരു മനമാറ്റം? അല്ല, ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നാ എനിക്ക് സെൽഫി എടുക്കാനേ സമയം കാണൂ. നിങ്ങൾ ചെല്ല്. ഞാനും വരുന്നില്ല. നിങ്ങൾ ചെന്നെടുത്താ മതി. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഓ തിരക്ക്. ഏട്ടന്റെ നിശ്ചയത്തിന് ഡ്രസ് എടുക്കാൻ ഏട്ടൻ പോതിരുന്ന മോശമല്ലേ? വീട്ടില് ഞാൻ കേട്ടോ. ഏട്ടനെ കൈ പിടിക്ക്, വീട്ടരുത്. എന്താ മോനെ ഇത്? പോകാം. വാ. അച്ഛൻ വിട്, ഞാൻ വരാം. എന്റെ ഏട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചെല്ല്. മുത്തശ്ശ കഴിക്കാം. വിഷമായ മൂക്ക്. എന്തിന്? അവര് നിന്നെ കൂടെ കൊണ്ടുപോകാത്തതിനും രാഹുൽ ഉദ്ഘാടനത്തിന് വരില്ല എന്ന് പറഞ്ഞതിനും. എനിക്കൊരു വിഷമമില്ല മുത്തശ്ശ. ഉണ്ട്, നിന്റെ മുഖത്തത് കാണുന്നുണ്ട്. അത് മുത്തശ്ശന് തോന്നുന്നതാ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അനുപമയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അവളുടെ മുകളിൽ ആരുണ്ടാവരുത്. നിനക്ക് ഇവിടുന്ന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതും സ്നേഹം കിട്ടുന്നതും അവൾക്ക് പിടിക്കുന്നില്ല. അതിന്റെ കുശുമ്പ, വേറൊന്നുമില്ല മോളെ. മോളത് കാര്യാക്കണ്ട. കാണേണ്ടത് മാത്രം കണ്ടാ മതി, കേൾക്കേണ്ടത് മാത്രം കേട്ടാ മതി. മറ്റൊക്കെ അങ്ങോട്ട് വിട്ടുകളാ. പിന്നെ രാഹുലിന്റെ കാര്യം, ഉദ്ഘാടനത്തിന് അവൻ വരും മോളെ. നീ കണ്ടോ? നീയല്ലേ അവനെ വിളിച്ചത്. അവന് വരാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ വരാതിരിക്കുന്ന. എന്നോട് ദേഷ്യ. ഇനി അയാള് വരണ്ട. ഞാനേ വേറെ ആളെ നോക്കിക്കോളാം. ഒരാളെയും നോക്കണ്ട, അവൻ വരും. നീ ബെറ്റ് വെക്കാണ്ടോ? ഉണ്ട്. ഈ ബെറ്റിന് മുന്നിൽ മുത്തശ്ശൻ തോൽക്കും. അത് നമുക്ക് നോക്കാം. ഒരു 10,000 രൂപയ്ക്ക് ബെറ്റ്. അയ്യോ മുത്തശ്ശ, കാശ് വേണ്ട, വേറെ എന്തെങ്കിലും മതി. ഞാനത് ഓർത്തില്ല. കാശിന് മോക്ക് ബുദ്ധിമുട്ട് കാണുമല്ലേ? ചെറുതായാലും വലുതായാലും കാശ് കൊണ്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. ആ കളിയിൽ കുറെ തോറ്റവൻ എന്റെ അച്ഛൻ. എനിക്ക് ഗതി വന്നത് അതുകൊണ്ടാ. അച്ഛൻ? അത് വിട്. ബെറ്റി തോറ്റ 10 തവണ ഏത്തുവിടണം. അത് മതി. അത് മതിയെങ്കിൽ അത് മതി.
നിനക്ക് ഏത്തടേണ്ടി വരും. നോക്കാം. ഉം. കൈ കാണിക്കേ. സരസ്വതി തുടങ്ങുന്ന കാറ്ററിംഗിന്റെ പിന്നിൽ നീ ഉണ്ടാവുന്നറിയാം. ഈ സിറ്റിയിൽ നന്നായി ചെയ്താ അത് പച്ച പിടിക്കും. നിനക്കതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ നീ ഈ ജോലി ഉപേക്ഷിക്കോ? ഈ മുത്തച്ഛനെ വിട്ട് പോവോന്നു? മുത്തശ്ശനിപ്പോ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. സ്വഭാവത്തില് മാറ്റം വന്നിട്ടുണ്ട്. മുത്തശ്ശന്റെ അസുഖം മാറിയാ പിന്നെ എന്റെ ആവശ്യമുണ്ടോ? എന്നെ പറഞ്ഞു വിടില്ലേ? അല്ലാതെ കാറ്ററിംഗ് പച്ച പിടിച്ചാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. ഓ, ആശ്വാസായി. നിന്നെ പറഞ്ഞു വിടാതിരിക്കാൻ ഇവിടെ തന്നെ നിർത്താൻ 2 ഐഡിയ ഉണ്ട് മുത്തച്ഛന്റെ കയ്യില്. ഒന്ന്, അസുഖം മാറാത്തതായിട്ട് മുത്തച്ഛൻ അഭിനയിക്കും. മാറിയാലും മാറില്ല എന്ന് പറയും. അത് കൊള്ളാം. അല്ല, എന്താണ് രണ്ടാമത്തെ ഐഡിയ? അതൊരു വലിയ ഐഡിയ. ഇപ്പോഴൊന്നാമത്തെ ഐഡിയ പ്രയോഗിക്കും. രണ്ടാമത്തത് പ്രയോഗിക്കേണ്ട സമയമാകുമ്പോ പ്രയോഗിക്കാം. അപ്പോഴറിഞ്ഞാ മതി. ഓ, ഏതായാലും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കില്ല. നിന്നെ അത്രയ്ക്ക് ഇഷ്ടായി മുത്തച്ഛന്. എനിക്കെന്റെ മുത്തശ്ശനെ. അയ്യോ, എന്റെ ഷോൾഡറേ, എന്റെ ഷോൾഡർ ഇളകിയേ. താൻ കാരണം അതിന്റെ തലക്കായിരുന്നു മുറിവ്. ഇപ്പൊ എന്റെ ഷോൾഡറും. ഞാനിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഞാനിനി എങ്ങനെ ഫുട്ബോൾ കളിക്കും? എന്റെ ഭാവി പോയേ. അയ്യോ, ഇയൊക്കെ നോക്കി നടന്നൂടെ? കണ്ണില്ല മുഖത്ത്? ഇയാൾ അന്തേണ അന്താ? തനിക്ക് കണ്ണില്ലേ? താൻ ഇങ്ങോട്ട് വന്ന് കൂട്ടിയിടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നോ? എന്റെ നെറ്റ് വേദനിക്കുന്നുണ്ട്. ഞാൻ തന്നെ പോലെ കരയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എവിടെ പോകുന്നോ മുന്നിലും പിന്നിലുമായിട്ടങ്ങ് നിന്നോളൂ. എന്താ പറഞ്ഞത്? ഞാൻ തന്റെ മുമ്പിലും പിന്നിലും വന്ന് നിന്നു എന്നല്ലേ? അതിന് മാത്രം നീ ആരാ? ഇന്ത്യ അറിയുന്ന പ്രശസ്തനായ സുന്ദരനായ ഒരു ഫുട്ബോളർ. ആ മഹത് വ്യക്തിക്ക് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ? നീ ഞാനും തമ്മിലുള്ള ലെവല് വേറെ. താൻ ഫുട്ബോളർ ആണെങ്കിലേ ഞാൻ നർത്തകിയാ. എന്തോന്ന് നർത്തകി? താൻ ചെന്നൈ വന്ന് ചോദിക്ക്, അപ്പൊ അറിയാം ഞാൻ ആരാന്ന്. ഇവിടത്തെ ഫംഗ്ഷന് ചെറിയൊരു സൂചന തന്നിരുന്നല്ലോ. അത്യാവശ്യം പ്രതിഭയൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ ഞാനത് പാടി നടക്കാറില്ല. തന്നെ പോലെ അഹങ്കരിക്കാറുമില്ല. പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല, നല്ലൊരു ഹൃദയം ഇല്ലെങ്കിൽ. ഓ, തനിക്കുണ്ടല്ലോ നല്ലൊരു ഹൃദയം. എല്ലാവരും പറയുന്നുണ്ട് കീർത്തി നല്ലവളാ, നല്ല ഹൃദയം ഉള്ളവളാന്നൊക്കെ. എനിക്ക് ഇതുവരെ ഒരു നന്മയും കാണാൻ പറ്റിയിട്ടില്ല. അതെ, മറ്റുള്ളവരുടെ നന്മ കാണണമെങ്കിൽ മനസ്സിൽ കുറച്ച് നന്മയെങ്കിലും വേണം. തനിക്കതില്ലല്ലോ. തനിക്കൊരു നന്മയുമില്ല, ആരോടും സ്നേഹവും ഇല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്ന് കൂട്ടിയിടിച്ച് എന്നെ വേദനിപ്പിച്ചു. നന്മയുള്ളവനാണെങ്കിൽ സോറി പറഞ്ഞേനെ. ഇത് ഇങ്ങോട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് വന്ന് കൂട്ടിയിടിച്ചു. സത്യം പറ, തന്റെ കാറ്ററിംഗ് സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ VIP ആയി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് എന്നെ വേദനിപ്പിച്ച് പ്രതികാരം ചെയ്തു. അയ്യോ, പിന്നെ താൻ മാത്രമല്ല ഇവിടെ സെലിബ്രിറ്റി ആയിട്ടുള്ളൂ. താൻ കണ്ടോ, തന്നേക്കാൾ പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഞാൻ ആ കാറ്ററിംഗ് സർവീസ് ഉദ്ഘാടനം ചെയ്യിക്കും. വഴിയെന്ന് മാറും കുമ്പളകൊറ്റ. കുമ്പളാങ്കോറ്റെ? എന്താ? അതൊരു തരം വൃത്തികെട്ട പാറ്റയാ. ഓഹോ, വഴിയിന്ന് മാറാൻ പറ്റില്ലെങ്കിലോ? കേളാൻ പാറ്റേ? കേളാൻ പാറ്റയോ? അതെന്താ? അതും ഒരുതരം വൃത്തികെട്ട പാറ്റ.
കേളാമ്പാറ്റ. കുമ്പളംകുറ്റെ. കേളാമ്പാറ്റ. കുമ്പളംകുറ്റെ. കേളാമ്പാറ്റ. കുമ്പളംകുറ്റെ. കേളാമ്പാറ്റ. കുമ്പളംകുറ്റെ. കേളാമ്പാറ്റ. കുമ്പളംകുറ്റെ. കേളാമ്പാറ്റയും കുമ്പളാങ്കൊറ്റനും. കൊള്ളാം കൊള്ളാം. എടാ മോനെ, പണ്ട് നിന്റെ മുത്തശ്ശിയുടെയും എന്റെയും പ്രണയം തുടങ്ങുന്നത് തന്നെ ഇങ്ങനൊരു ഏറ്റുമുട്ടല്ല. അന്ന് ഞാൻ അവൾക്കൊരു പേരിട്ടു, അവളെ എനിക്കും. അല്ല, ഇവിടെ അങ്ങനെ വല്ലതും തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ആ കുമ്പളംകൊറ്റിനെ മനുഷ്യൻ പ്രേമിക്കൂ? കേളാമ്പാറ്റ. കുമ്പളംകൊറ്റ ഇതുവരെ പോയില്ലേ? എനിക്ക് തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? എന്താ ചോദിക്കാനുള്ളത്? നിങ്ങളുടെ കാറ്ററിംഗ് സർവീസ് ഞാൻ ഉദ്ഘാടനം ചെയ്തോട്ടെ? വേണ്ട, ഞാനേ വേറെ ആളെ നോക്കിക്കോളാം. പ്ലീസ്. വരാൻ പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞതാ. അത് ഒരു ജാടയ്ക്ക് പറഞ്ഞതാ. ഞാൻ വന്നോട്ടെ, ഉദ്ഘാടനം ചെയ്തോട്ടെ? കാല് പിടിച്ചതുകൊണ്ട് ഞാനും സമ്മതിക്കുന്നു. ഒരു പ്രത്യേക ക്യാരക്ടർ തന്റെ ഈ കുമ്പളംകുറ്റയുടെ. വേണ്ട മോളെ, വേണ്ട. തല കറങ്ങും. ഇല്ല, ഇങ്ങനെ കളിക്ക. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് പോണോ മോളെ? പോണം. പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് ടീച്ചർക്ക്. മോളുടെ ജോലിയെ കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല ഈ അച്ഛൻ. കുറെ സിനിമകളിൽ ഡാൻസ് ചെയ്തോ മോളോ? 6-7 സിനിമകളിൽ ചെയ്തു. പിന്നെ ടീച്ചറിന്റെ മകന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനും കൂടി നടക്കാൻ പോവാ. അതിന്റെ തിരക്കുണ്ട്. അവിടുത്തെ ഡാൻസ് ട്രൂപ്പിലെ ഒരു അംഗം മാത്രമല്ല ഞാൻ, ആ വീട്ടിലൊരു അംഗം തന്നെയാ. ഇതിനിടെ ടീച്ചറുടെയും ഹസ്ബൻഡിന്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനും വേറൊരു ചേച്ചിയും കൂടിയാ. അതാരാ വേറൊരു ചേച്ചി? അവിടുത്തെ ഹോം നേഴ്സാ. പാവം, നല്ല ഡാൻസറാ. ട്രൂപ്പിൽ അംഗമായി ചേരാൻ വന്നതായിരുന്നു. പക്ഷെ അനുപമ ടീച്ചർ ആ ചേച്ചിയെ ട്രൂപ്പിൽ എടുത്തില്ല. വേറെ ജോലിയൊന്നും കിട്ടാത്തോണ്ട് അവിടെ ഹോം നേഴ്സായി ജോലി ചെയ്യാ. പാവം. വെഡിങ് ആനിവേഴ്സറിക്ക് ഡാൻസ് ചെയ്ത് ആ ചേച്ചി എന്നെ അനുപമ ടീച്ചറിനെ തോൽപ്പിച്ചു കളഞ്ഞു. ആഹാ, മിടുക്കിയാണല്ലോ കുട്ടി. അതെ, എന്നെ ഒരു അനിയത്തെ പോലെ കാണുന്നെ. എന്നിട്ട് എന്തിയാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്ത ആ ചേച്ചിയെ? ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, അച്ഛൻ കാണട്ടെ ആ കുട്ടിയെ. കൂട്ടിക്കൊണ്ടുവരില്ലേ? ചോദിച്ചു നോക്കാം. വരുമെന്നറിയില്ല. അതെന്താ ഒരു സംശയം? അല്ല, അങ്ങനെ പുറത്തെവിടെ ഇറങ്ങാറില്ല ചേച്ചി. അച്ഛനൊന്ന് കാണണമെന്ന് പറയും, വന്നോളൂ. അച്ഛന് ഡാൻസ് ചെയ്യുന്നവരെ വലിയ ഇഷ്ടാ. അച്ഛന്റെ ചേച്ചി, അതായത് നിന്റെ വല്യമ്മ, വലിയൊരു നർത്തകിയായിരുന്നു.
ചെന്നൈയിൽ വലിയൊരു നൃത്തവിദ്യാലയം നടത്തിയിരുന്നു. അവരുടെ മരണശേഷം ഞാനായിരുന്നു ആ വിദ്യാലയം നടത്തിയിരുന്നത്. ആണോ? ചേച്ചിയുടെ പാരമ്പര്യം, ആ കഴിവ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ആളാകും നീ, അതുറപ്പാ. ഇപ്പൊ ആ വിദ്യാലയം ഇല്ലേ? ഇല്ല, ഒക്കെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുത്തിയതാണ് അച്ഛൻ. എല്ലാം നഷ്ടപ്പെടുത്തി ഈ മഹാപാപി, എന്റെ മോളെ അടക്കം. മോള്? നിന്നെ നഷ്ടപ്പെടുത്തിയില്ലേ ഞാൻ, അതാ പറഞ്ഞത്. അതിനെന്നെ തിരികെ കിട്ടിയില്ലേ, പിന്നെ എന്തിനാ സങ്കടം? അയ്യോ, സമയം വൈകി, ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. മോളെ, എന്നെ ഒന്നും മറത്തിരുത്തുവോ? മടുത്തു ഇവിടെ. കുറച്ചു കാറ്റും വെളിച്ചവും കൊള്ളണം. എന്നെ ഒന്നും ഉമ്മറത്തേക്കിരുത്ത്. അതിനെന്താ മുത്തശ്ശി, അച്ഛനൊന്ന് ഉമ്മറത്ത് കിടക്കണോന്ന്. അത് വേണ്ട. അതെന്താ? എന്തിനാ മറ്റുള്ളവർക്ക് കാണാനായി കിടത്തുന്നത്? ചിലര് സഹതാപത്തോടെ നോക്കും. അത് അസുഖത്തേക്കാൾ കൂടുതൽ വേദന ഉണ്ടാക്കും അച്ഛന്. മോളി ചെല്ലെ. മുത്തശ്ശി പറഞ്ഞത് നേരാ, ഞാൻ പോട്ടെ അച്ഛാ. മുത്തശ്ശ, ഒരു കുതിരയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. ശരപഞ്ചരത്തിലെ ജയനേ. രാവിലെയും വൈകുന്നേരവും വ്യായാമം ചെയ്യുന്നവരുണ്ട്. നട്ടുച്ചയ്ക്ക് വ്യായാമം ചെയ്യുന്ന നട്ടപ്രാന്തനെ ഞാൻ ആദ്യമായിട്ട്. ഇതിൽ ചിരിക്കാതിരിക്കുന്നു. ഒരു ഫുട്ബോൾ പ്ലെയറിന് വ്യായാമം ചെയ്യാൻ നേരവും കാലവും നോക്കണ്ട. ഇവര് പെട്ടെന്ന് മടങ്ങിയല്ലോ. ഹായ് അടുത്തമ്മ, സുഖല്ലേ? സുഖം. അഞ്ജലി എവിടുന്ന് കിട്ടി? അനുഭവം വിളിച്ചതാ. അഞ്ജലിയാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത്. അതെയോ? ടെക്സ്റ്റൈൽസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ഞാൻ പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ, ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? നോക്ക്. തന്നെ അഞ്ജലി ഇരിക്കും. ഈ ഡ്രസ്സേ ഫംഗ്ഷൻ ഇടാനുള്ളതാ. അപ്പ കണ്ടാ മതി. അഞ്ജലി വന്നത് നീ കണ്ടില്ലേ?
ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ചെല്ല്. നീ അവിടെ നിൽക്ക്. അതെ, കീർത്തി ഇവിടുത്തെ വേലക്കാരിയല്ല. എന്നെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. വെള്ളം കൊണ്ട് കൊടുക്കലല്ല അവളെ ജോലി. കുടിക്കാൻ എന്തെങ്കിലും നിനക്ക് കൊടുത്താലെന്താ? അല്ലെങ്കിൽ ഇവിടെ സർവന്റ് ഇല്ലേ? തമ്പിയോട് പറ. അഞ്ജലി മോൾക്കൊന്നും തോന്നരുത്. ശരിയല്ല എന്ന് കണ്ട മുത്തച്ഛൻ അപ്പോഴിടപെടും. അതാ ശീലം. ഈ സാരി ആർക്ക് വേണ്ടി വാങ്ങിയതാ? ഏട്ടത്തിക്ക് എടുത്തതാ. എങ്ങനെയുണ്ട് കീർത്തി? നല്ല ഭംഗിയുണ്ട്. കലാവതി ആന്റിക്ക് നന്നായിട്ട് ചേരും. എനിക്ക് ഈ സാരി ഇഷ്ടായില്ല. ഇത് മിഡിൽ ക്ലാസ്സിന് ചേർന്ന സാരിയാ, അത് അമ്മയ്ക്ക് ചേർന്ന സാരിയല്ല. കീർത്തിയെ പോലുള്ളവർക്ക് ഇത് ഇഷ്ടാവും, എന്നെ പോലെയുള്ള ഹൈ ക്ലാസ്സിന് ഇത് ഇഷ്ടാവില്ല. കീർത്തി ഇതുവരെ സാരി ഉടുത്തിട്ടുണ്ടോ? ഉടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വില വരും ആ സാരിക്ക്? 1000 രൂപ വില വരുമായിരിക്കും അല്ലേ? അതുകൊണ്ടാ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. വില കൂടിയ വസ്ത്രത്തിലും വേഷത്തിലൊന്നും ഒരു കാര്യമില്ല. മനസ്സ് നന്നാവുക എന്നുള്ളതാ പ്രധാനം. പുറമോടിയല്ല, അകത്താ വേണ്ടത്. എനിക്കത് മതി. 1000 അല്ല, 100 രൂപയുടെ സാരി തന്നെയാണെങ്കിലും എനിക്ക് സന്തോഷം. അത് കലക്കി മോളെ. അഞ്ജലി വന്നേ. അവളങ്ങനെ പറഞ്ഞപ്പോ മോൾക്ക് സങ്കടായോ? ഏയ്, അത് വിട്ടുകളാ. ഈ അഞ്ജലി എന്താ അനുപമയ്ക്ക് പഠിക്കുക? അവരങ്ങനെ പറഞ്ഞപ്പോ അവരുടെ കൂടെ ചേർന്ന് കളിയാക്കിയില്ലല്ലോ. എന്തു പറ്റി?